മീനാക്ഷി ഇപ്പോൾ തിരക്കിലാണ്. കൊച്ചിയിലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തു വരികയാണ് മീനൂട്ടി. ആസ്റ്റർ മെഡിസിറ്റി എന്ന പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് മീനാക്ഷി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോഴിതാ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞാലുടനെ വെണ്ണലയിലെ വീട്ടിലേക്കാണ് മീനൂട്ടി ഓടിയെത്തുന്നത്. പത്മസരോവരത്തിൽ പോകാതെ അമ്മയ്ക്ക് ആശ്വാസമേകാനായി മീനൂട്ടി എത്തുന്നത് കാവ്യയുടെ അടുത്താണ്. പഠനവും ജോലിയുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ താരപുത്രി. അതിന് മിടുക്കിയാണ് മീനാക്ഷി. അതിന് ആരുടെയും തന്നെ സഹായം മീനൂട്ടിക്ക് ആവശ്യമില്ല. മീനാക്ഷിയുടെ ഈ കഴിവ് കണ്ട് പലരും അന്തളിച്ചു പോയിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇതിനു മാത്രം കഴിവ് എവിടുന്നാ എന്നാണ് ആരാധകർ അന്വേഷിക്കാറ്. അതിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും, അമ്മയുടെയല്ലേ മകൾ, അമ്മ ഇപ്പോൾ ബോൾഡായി നിൽക്കുന്ന പോലെ മീനാക്ഷിക്കും നിൽക്കാൻ പറ്റും എന്നൊക്കെ. ഈയൊരവസ്ഥയിൽ കാവ്യയ്ക്ക് താങ്ങും തണലായി നിൽക്കുന്നത് മീനാക്ഷി തന്നെയാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ആശ്വസിപ്പിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും മീനൂട്ടി അരികെ തന്നെയുണ്ട്. സ്വന്തം അപ്പൂപ്പൻ അല്ലെങ്കിൽ കൂടിയും കാവ്യയുടെ അച്ഛൻ്റെ മരണശേഷം മീനൂട്ടി നല്ല രീതിയിൽ തന്നെയാണ് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നും തന്നെ മീനാക്ഷിക്കില്ലെങ്കിലും കാവ്യയുടെ മകളുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നോക്കുന്നതും മീനാക്ഷി തന്നെ. ഡോക്ടർ ജോലി കഴിഞ്ഞ ഉടനെ വെൺമലയിലെ വീട്ടിൽ വന്ന് കാവ്യയെ ആശ്വസിപ്പിച്ചതിന് ശേഷം മാത്രമേ മീനൂട്ടി പത്മസരോവരത്തിലേക്ക് പോകാറുള്ളൂ. പൊതുവെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു മറുപടി പറയാത്ത കുട്ടി തന്നെയാണ് മീനാക്ഷിയെങ്കിലും ആർക്കും മീനാക്ഷിയോട് ഒരു പരിഭവവുമില്ല. ഒന്നിനോട് പ്രതികരിക്കാതെ തൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് മീനൂട്ടി. അതുകൊണ്ട് തന്നെ മീനൂട്ടിയോടൊരു പ്രത്യേക സ്നേഹം മലയാളികൾക്കുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയലിന് ശേഷം മീനൂട്ടി ജീവിച്ചതും അങ്ങനെ തന്നെയാണ്.